നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. അമരമ്പലം പഞ്ചായത്ത് കവളമുക്കട്ട മാനുപൊട്ടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന പ്രദേശത്തെ കർഷകരുടെ നിരവധി വിളകളാണ് നശിപ്പിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ശല്യം നാട്ടുകാരെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടാന പ്രദേശത്തെത്തിയത്. തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയ കൃഷികളാണ് ആന നശിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് കാട്ടാന 3 ദിവസമായി പ്രദേശത്തിറങ്ങുന്നത്. ഫെൻസിംഗ് സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും കേടുവന്നതാണ് ആന നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമായത്. വനംവകുപ്പ് ജീവനക്കാർ ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഫെൻസിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കൽ വൈകുന്നത് കാരണമാകുന്നുണ്ട്. നാട്ടുകാരുടെ ജീവനും സ്വത്തിനും വേണ്ട സംരക്ഷണം ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ വിറക് ശേഖരിക്കാൻ വനത്തിൽ പ്രവേശിക്കുന്നവർ ഫെൻസിംഗ് മാറ്റിവെക്കുന്നതും ആന ജനവാസ മേഖലയിൽ കടക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇന്നലെ രാത്രി, മിഞ്ഞാന്ന് രാത്രി ഇങ്ങനെ ഈ ജനവാസ മേഖലയിൽ കൂടി ആനന്റെ വിളയാട്ടാണ്. അപ്പൊ ഇങ്ങനെ ഇന്നലെ രാത്രി 3 മണി കഴിഞ്ഞ് 3:20 ഞാൻ നീക്കുമ്പോ ഇവിടെ ആനയാണ്. നീച്ച് നോക്കുമ്പോൾ ഒച്ചയിട്ട് കാണും. ഇങ്ങനെ വന്നപ്പോ ഇവിടെ ആന നിരത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ജനവാസ മേഖലയിൽ സുരക്ഷിതത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോറസ്റ്റിൽ ഫെൻസിലിംഗ് ഉണ്ട്. അതിന് കൂടി മരം വീണ കാരണമാണ് ഇപ്പൊ ഈ ആന അങ്ങനെ വരുന്നത്. അപ്പൊ ആ ഫെൻസിലിംഗ് അവർ ശരിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ പണിയെടുത്ത് കൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ വറകാര് അങ്ങനെയുള്ള പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ പണിക്ക് കാട്ടിക്ക് വറകിന് കയറിക്കാണ്ട് ഈ ഫെൻസിലിങ്ങിന്റെ കമ്പികളൊക്കെ കൂട്ടിക്കെട്ടാണ് പറഞ്ഞ് ഫോറസ്റ്റർമാർ പരാതി ഞങ്ങളോട് ഇങ്ങോട്ട് പറയാം. അങ്ങനത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആരാ വറക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവരെ വിളിച്ചുകൊണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാണുന്നോല് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവര് ഫോറസ്റ്റിൽ നിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആരാ കമ്പിമ എന്തെങ്കിലും കാട്ടുണ്ടെങ്കിൽ കൂട്ടിക്കെട്ടണ് എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് കർശന നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളെ പിന്നാലെ ഫോറസ്റ്റർമാരോട് ഞങ്ങളും പറഞ്ഞിട്ടാണ്. 2 ദിവസമായി ഞങ്ങളെ ഈ കവളമുക്കട്ട മാനുപൊട്ടിയിൽ ആനകളുടെ ഈ പരാക്രമണം തുടങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുക. കാരണം വനംവകുപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫെൻസിലിംഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങളാണ്. കാരണം കർഷകർ തിങ്ങി പാർക്കുന്ന ഈ ഏരിയയാണ്. ഇവിടെ മനുഷ്യന്മാർക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇനി ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നടപടി എടുക്കും. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.